ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ബ്ലോക്കിന് കീഴിൽ വരുന്ന മികച്ച കാർഷിക മേഖലയാണ് വണ്ടൻമേട്. കൃഷി മാത്രം ഉപജീവനമാക്കിയ ജനങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. പച്ചക്കറികളും വാഴയും നെല്ലും മുതൽ നാനാതരം വിളകളും കന്നുകാലികളും കോഴികളും എല്ലാം ഇപ്പോൾ എല്ലാ വീടുകളിലുമുണ്ട്. പൊന്നു വിളയുന്ന മണ്ണിന്റെ നെഞ്ചു പിളർന്ന് മണലൂറ്റിയ ശേഷം തരിശായി തളിയിരുന്ന കാലം ഇനി പഴങ്കഥ. തരിശുകളെല്ലാം ഇപ്പോൾ വീണ്ടും പച്ചപ്പണിയുന്നു. വണ്ടൻമേട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷി ചെയ്തിരുന്ന നാടൻ നെല്ലിനമാണ് പാൽത്തോണി. മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഇതിന് സ്വാദ് കൂടുതലാണ്. SRI അഥവാ സിസ്റ്റം ഓഫ് റൈസ് ഇന്റൻസിഫിക്കേഷൻ രീതിയാണ് നെൽകൃഷിയിൽ ഇവിടെ ഉപയോഗിക്കുന്നത്. പാടത്ത് നെല്ല് വിതയ്ക്കാറില്ല. ഷീറ്റിൽ മണ്ണിട്ട് അതിൽ നെല്ലിട്ട് മുളപ്പിക്കുന്നു. ഇങ്ങനെ പായ് ഞാറ്റടിയിൽ തയ്യാറാക്കുന്ന ഞാറുകൾ ഓരോന്ന് വീതം പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയെ അപേക്ഷിച്ച് വളരെ കുറച്ച് വിത്ത് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ഓരോ ഞാറു വീതം നടുന്നതുകൊണ്ട് ചിനപ്പുകൾ ധാരാളം മുളയ്ക്കുകയും ഓരോ ചിനപ്പിൽ നിന്നും കതിരുകൾ ഉണ്ടാകുകയും ചെയ്യും. 6 ഇഞ്ച് അകലത്തിൽ നടുന്ന ഈ ഒറ്റഞ്ഞാർ കൃഷിക്ക് സാധാരണ 4ഉം 5ഉം ചുവട് ഒന്നിച്ച് പറിച്ചു നടുന്ന രീതിയേക്കാൾ വിളവും ലഭിക്കാറുണ്ട്. ഇവിടെ 250 ഏക്കറിലാണ് പാൽത്തോണി കൃഷി ചെയ്തിരിക്കുന്നത്. സാധാരണയായി ജൂലൈ മാസത്തിൽ ഞാർ പറിച്ചു നടും. ജൈവവളമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പാൽത്തോണി, മരത്തോണി എന്നീ 2 ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് രണ്ടും കൂടെ ഇടകലർന്ന് ഇപ്പോൾ പാൽത്തോണി എന്ന ഇനമാണ് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ നെല്ലിനത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ രോഗപ്രതിരോധശേഷിയുള്ള ഒരു നെല്ലിനമാണ്. ഇത് കൃഷി ചെയ്യുമ്പോൾ രാസവളങ്ങളോ കീടനാശിനികളോ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഓർഗാനിക് രീതിയിൽ ഇത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ഇതിന് ചെറിയൊരു ഡ്രോബാക്സ് ഉള്ളത് മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഈൽഡ് കുറവാണ് എന്നുള്ളതാണ്. ഒരേക്കറിൽ നിന്നും നമുക്ക് പരമാവധി 175 പറ നെല്ലാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ നെല്ലിനത്തിനുള്ള പ്രത്യേകത മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് ഇത് ഉയരം കൂടുതലാണ്. ഏതാണ്ട് 120 സെൻറ്റിമീറ്ററോളം ഉയരം ഈ നെല്ലിനത്തിന് വെക്കും. കാലി വളർത്തൽ പ്രധാന ഉപജീവന മാർഗമായിട്ട് കരുതി ജീവിക്കുന്ന ഈ മേഖലയിലെ ആളുകളെ സംബന്ധിച്ചോളം ഈ നെല്ലിൽ നിന്നും കിട്ടുന്ന കച്ചി ഒരു പ്രധാന വരുമാന മാർഗമാണ്. ഏകദേശം 30 കെട്ടോളം കച്ചി ഒരേക്കർ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. 120 ദിവസം മുതൽ 140 ദിവസം കൊണ്ടാണ് സാധാരണഗതിയിൽ പാൽത്തോണി നെല്ല് കൊയ്ത് പാകമാകുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ 100 ദിവസം കൊണ്ട് മൂപ്പെത്തുമെന്നാണ് കർഷകരുടെ അനുഭവം. ഇടുക്കി ജില്ലയ്ക്ക് തന്നെ മാതൃകയായി നെൽകൃഷിക്ക് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. കൃഷിഭവന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ കീഴിലാണ് തരിശുനില നെൽകൃഷിയിലെ യന്ത്രവൽക്കരണം നടത്തുന്നത്. കൃഷിഭവന് സ്വന്തമായുള്ള 2 ട്രാൻസ്പ്ലാന്ററുകളാണ് ഞാറ് നടുന്നതിന് ഉപയോഗിക്കുന്നത്. യന്ത്രം വാടകയ്ക്കെടുത്ത് നൽകിയും കൃഷിഭവൻ കർഷകരെ സഹായിക്കാറുണ്ട്. മുൻകാലങ്ങളിൽ നെൽകൃഷിക്ക് പേരുകേട്ട പ്രദേശങ്ങളിലൊന്നായിരുന്നു വണ്ടൻമേട്. മണൽ ഖനനം തുടങ്ങിയതോടെ നെൽകൃഷി ഉപേക്ഷിച്ചു. ഖനനം കഴിഞ്ഞ് നിലങ്ങൾ തരിശായി വർഷങ്ങളോളം കിടന്നു. ഇത്തരത്തിൽ തരിശായി കിടന്ന സ്ഥലങ്ങളെല്ലാം നെൽകൃഷി ചെയ്ത് ഇപ്പോൾ പാൽത്തോണിയെ വീണ്ടും വണ്ടൻമേട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു വർഷം ഒരു പ്രാവശ്യം നെൽകൃഷിയും അത് കഴിഞ്ഞ് അതേ സ്ഥലത്ത് പച്ചക്കറിയും ചെയ്യുന്ന രീതി വണ്ടൻമേട് കൃഷി ഓഫീസറുടെ ഒരു പരീക്ഷണമായിരുന്നു. എന്നാൽ അത് കർഷകർക്കേറെ ലാഭം നേടിക്കൊടുത്തതോടെ
മടിച്ചു നിന്ന കർഷകരും ഈ മേഖലയിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. 2011 മുതൽ മുടങ്ങാതെ ഇവിടെ നെൽകൃഷി ചെയ്തു വരുന്നു. ഏറ്റവും വെറൈറ്റി ആയിട്ട് എടുത്ത് ചെയ്യുന്ന പാൽത്തോണി അരിയാണ്, വിത്താണ്. യാതൊരുവിധ മായവും ചേർക്കാത്ത നല്ല ഭക്ഷണം, നല്ല അരി വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ഈ നെൽകൃഷിയിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിഭവൻ വഴി വളരെയേറെ ജൈവ പച്ചക്കൃഷികൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നമ്മുടെ കൃഷി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞാലുടൻ, ഇതിപ്പോൾ കൊയ്യാറായി കിടക്കുകയാണ്, ഈ കൊയ്ത്ത് കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് വീണ്ടും ഇത് പയറ്, പാവല്, പടവലം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പച്ചക്കറി കൃഷി നമ്മളിവിടെ ചെയ്ത് അത് ഏകദേശം മെയ് മാസമാകുമ്പോഴത്തേക്കും അതിൻ്റെ വിളവെടുപ്പ് കഴിയുകയും വീണ്ടും ജൂൺ മാസമാകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ നെൽപ്പാടം ഞാറ് നട്ട് അത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ കൃഷി ഇവിടെ നമ്മൾ ചെയ്തു വരുന്ന ഒരു സംവിധാനമാണ് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിലുള്ളത്. കൊയ്ത്ത് നടത്തുന്നതിനുള്ള ഏതാനും പ്രായോഗിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി ഇവിടെ പരിഹരിക്കാനുള്ളത്. ചെളിയിൽ താഴ്ന്നു പോകുന്നതുകൊണ്ട് കൊയ്ത്ത് യന്ത്രം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. തൊഴിലാളികളെ ഉപയോഗിച്ച് തന്നെ കൊയ്ത്ത് നടത്തേണ്ടതായി വരുന്നു. തൊഴിലാളികളുടെ ലഭ്യത കുറച്ച് കാലതാമസം ഉണ്ടാക്കാറുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല. പാൽത്തോണി നെല്ലിന്റെ വൈക്കോലിനും ഗുണമേന്മ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും പശു വളർത്തലും തുടങ്ങി. അതോടെ കർഷകർക്ക് വൈക്കോലിനും നല്ല വില കിട്ടി തുടങ്ങി. താളത്തിൽ കൊയ്യടി പെണ്ണാളെ, കാതിരു കൊയ്യടി പെണ്ണാളെ, വരമ്പത്തു വയ്ക്കടി പെണ്ണാളെ, ഒന്നിച്ചു കൊയ്യടി പെണ്ണാളെ, കൊയ്യടി കൊയ്യടി പെണ്ണാളെ. പരമാവധി ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ജൈവ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന മൊത്ത കച്ചവടക്കാർ ഇവിടെ വന്ന് നെല്ല് വാങ്ങിക്കൊണ്ടുപോകും. നെല്ല് പുഴുങ്ങി കുത്തിയും ഉണക്കരിയായും കച്ചവടമുണ്ട്. 1 കിലോ പാൽത്തോണി അരിക്ക് 50 മുതൽ 60 രൂപ വരെ വില ലഭിക്കും. നിലവിൽ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ് വണ്ടൻമേട്. എന്നിരുന്നാലും ഡിമാൻഡിനനുസരിച്ച് നെല്ലോ അരിയോ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നെൽകൃഷി കഴിഞ്ഞാൽ ഉടൻ പച്ചക്കറി കൃഷി തുടങ്ങും. പയറ്, പാവൽ തുടങ്ങിയവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇവിടം. നെല്ലിനെ അപേക്ഷിച്ച് പച്ചക്കറികൾക്ക് വെള്ളം കുറച്ചു മതി എന്നതാണ് ഇതിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ സായുജ്യ സംഭരണ വിപണന സമിതി വഴിയാണ് വിപണനം നടത്തുന്നത്. കർഷകർ വാങ്ങിക്കൊടുത്ത സ്ഥലത്ത് കൃഷിഭവന്റെ സഹായത്തോടെ കെട്ടിടം നിർമ്മിച്ച് കർഷകരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതി കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും മറിച്ച് മൊത്തമായി വിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർഷകർക്ക് നല്ല വിലയും ലഭിക്കുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി തൈകൾ, വിത്ത് തുടങ്ങിയവയും ഇതുവഴി സൗജന്യമായി നൽകി വരുന്നു. ഈ പ്രദേശത്തുള്ള കൃഷിക്കാരുടെ ഭക്ഷ്യോൽപാദക എല്ലാ സാധനങ്ങളും ഇവിടെ സംഭരിക്കുകയും ഇവിടെ ലോക്കലായിട്ടും ഹോൾസെയിലായിട്ടും ബാലൻസ് വരുന്ന സാധനങ്ങൾ കട്ടപ്പന ഫെഡറേഷൻ്റെ ഓപ്ഷൻ സെൻറ്ററിൽ നമ്മളിവിടെ എത്തിച്ച് വിതരണം നടത്തുകയും ചെയ്യുകയാണ്. അതായത് നെൽകൃഷിക്ക് ശേഷം വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കരയ്ക്കും കൃഷികൾ ചെയ്യുന്നുണ്ട്. കപ്പളം, നെല്ലിക്ക, വാഴച്ചുണ്ട്, വാഴക്കൊല, പയറ്, ബീൻസ്, വിവിധ ഐറ്റം കൃഷികൾ കൂടിയുണ്ട്. ഈ സാധനങ്ങളെല്ലാം സംഭരിച്ച് വിതരണത്തിനൊരു സംവിധാനം ഇല്ലാഞ്ഞ സമയത്താണ്
നമുക്ക് ഇവിടെ ഒരു സംഭരണ കേന്ദ്രമുണ്ടായത്. ഈ കേന്ദ്രത്തിൽ ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും സാധനങ്ങൾ എത്തിക്കുകയും ന്യായമായ വിലയ്ക്ക് കൃഷിക്കാർക്ക് ലഭിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ കൃഷിക്കാരൻ്റെ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ ഇവിടെ വിതരണം മറ്റുള്ളവർക്കും കൊടുക്കുകയും ചെയ്യുന്നു. ആ വില കൃഷിക്കാരന് തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലൻസ് വരുന്ന സാധനങ്ങൾ മുഴുവൻ കട്ടപ്പന നമ്മൾ ഏൽപ്പിച്ച് വിതരണം നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭക്ഷ്യോൽപാദക സാധനങ്ങൾ ഇവിടെ വേസ്റ്റായിട്ട് പോകുന്നില്ല. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങളും കീടനാശിനികളും സംഘത്തിന്റെ ഔട്ട്ലെറ്റ് വഴി വിപണനം ചെയ്യുന്നു. എഗ് അമിനോ ആസിഡും ഫിഷ് അമിനോ ആസിഡും ഈ കർഷക കൂട്ടായ്മ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. 10 മുട്ട 8 ദിവസം നാരങ്ങ നീരിൽ മുക്കിയിടുക. അതിനുശേഷം 10 മുട്ടയ്ക്ക് 800 ഗ്രാം ശർക്കരയും ചേർത്ത് 22 ദിവസം അടച്ചു വയ്ക്കുക. പിന്നീട് അരിച്ചെടുക്കുന്നതാണ് എഗ് അമിനോ ആസിഡ്. 1 കിലോ മത്തി, 1 കിലോ ശർക്കര ഇവ 21 ദിവസം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു ഭരണിയിലോ കന്നാസിലോ ഇട്ടടച്ചു വയ്ക്കുക. അതിനുശേഷം പിഴിഞ്ഞരിച്ചെടുക്കുന്നതാണ് ഫിഷ് അമിനോ ആസിഡ്. ഇവ രണ്ടും ചെടികളുടെ വളർച്ചയെ വളരെയേറെ ത്വരിതപ്പെടുത്തുന്നു. വണ്ടൻമേട് കൃഷി ഓഫീസിൽ കർഷകർക്ക് സഹായകമായി ഒരു സസ്യ ആശുപത്രിയും നടത്തുന്നു. 2 ആഴ്ചയിലൊരിക്കൽ ഇവിടെ കർഷകർക്ക് ക്ലാസ് എടുക്കും. KVK, ICRI ഇവയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും കൃഷി ഓഫീസർമാരും ക്ലാസുകൾ നയിക്കും. കർഷകരുടെ സംശയങ്ങളും പുതിയ രീതികളും രോഗപ്രതിരോധവും എല്ലാം ഇവിടെ വിഷയമാകാറുണ്ട്. ഡിജിറ്റൽ ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ച് മണ്ണ്, ജലം തുടങ്ങിയവയുടെ പരിശോധനയും ഇവിടെ നടത്തി കൊടുക്കാറുണ്ട്. കാർഷിക സംബന്ധമായ പുസ്തകങ്ങൾ, മാതൃകകൾ, ഫീൽഡ് വിസിറ്റ് സൗകര്യം തുടങ്ങിയവയും കൃഷിഭവനിലൂടെ കർഷകർക്ക് ലഭ്യമാണ്. 10 പ്ലോട്ടുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള അതിൽ നിന്ന് റെഗുലറായിട്ട് ഫീൽഡ് വിസിറ്റ് നടത്തി നമ്മൾ ഒബ്സർവേഷൻ എടുത്ത് കീടനിയന്ത്രണങ്ങളെല്ലാം മാർഗങ്ങളെല്ലാം നിർദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ന്യൂസ് ലെറ്റർ റെഗുലറായിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കൃഷിക്കാർ നിരന്തരമായി നമ്മുടെ കൃഷിഭവനിൽ വരികയും ഉദ്ദേശം 20ഓളം കർഷകർ ഡെയിലി ഇവിടെ വരികയും അതുകൂടാതെ 10-30ഓളം കർഷകർ ഡെയിലി നമ്മളെ ഫോൺ വിളിച്ചും രോഗകീടനിയന്ത്രണങ്ങളെക്കുറിച്ചും വളപ്രയോഗങ്ങളെക്കുറിച്ചും നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുകൂടാതെ ഈ ക്ലിനിക്കിൽ നമുക്ക് മണ്ണ് പരിശോധിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. മണ്ണിൻ്റെ pH, ജലത്തിൻ്റെ സാന്ദ്രത, അതുകൂടാതെ NPK ഇവ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കർഷകർ നിരന്തരമായിട്ട് അവർക്ക് എന്തൊക്കെയാണ് വളപ്രയോഗങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൂടാതെ രോഗം അഫക്റ്റ് ചെയ്യപ്പെട്ട പാർട്സ് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനെ കൾച്ചർ ചെയ്ത് ഫംഗസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കിവിടെയുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു കീടത്തെയാണ് കൊണ്ടുവരുന്നെങ്കിൽ തന്നെ അതിൻ്റെ മുട്ടയാണ് വരുന്നെങ്കിൽ തന്നെ അതിനെ വിരിയിച്ചെടുത്ത് നമ്മൾ ആ കീടം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുള്ള റെമഡി മെഷർ നമ്മൾ നിരന്തരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വണ്ടൻമേട് കൃഷിഭവന്റെ പ്രവർത്തനം ഇവിടുത്തെ കർഷകർക്ക് ഏറെ ഉത്തേജനം നൽകുന്നവയാണ്. കർഷകരുടെ എന്താവശ്യത്തിനും സാമ്പത്തികം മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്ന് മാറി നിന്ന കർഷകർ പോലും തിരിച്ചെത്തുകയും കൃഷി ആരംഭിക്കുകയും ചെയ്തു. തരിശു കിടന്ന ഭൂമിയെല്ലാം കൃഷിഭൂമിയാക്കി മാറ്റാൻ സാധിച്ചു എന്നത് വണ്ടൻമേട്ടിലെ കർഷകർക്ക് അഭിമാനിക്കാൻ വക നൽകുന്നു. വണ്ടൻമേട് കൃഷിഭവന്റെ പരിധിയിലെ മറ്റൊരു സംരംഭമാണ് പാഷൻ ഫ്രൂട്ട് കൃഷി. കേരളത്തിൽ പാഷൻ ഫ്രൂട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പരിമിതമായ വിപണന സാധ്യതകളായിരിക്കണം കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണ് പാഷൻ ഫ്രൂട്ടിനുള്ളത്. ജോണി ഈഞ്ചകിൽ, മനോജ് M. ജോസഫ്, കെനഡി പീറ്റർ, പ്രിൻസ് വർക്കി എന്നീ 4 കർഷകർ ചേർന്ന് 10 ഏക്കറിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്.
പാട്ടത്തിനെടുത്ത ഈ സ്ഥലത്ത് ഇതുവരെ 60 ലക്ഷം രൂപ ഇതിനായി മുടക്കിക്കഴിഞ്ഞു. 5780 ചുവട് തൈയാണ് 8 മാസം മുമ്പ് ഇവിടെ നട്ടത്. ഒരു തൈക്ക് 90 രൂപ കൊടുത്ത് ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിയതാണ്. വേലി പോലെയുള്ള പന്തലാണ് ഇട്ടിരിക്കുന്നത്. ചാണകപ്പൊടിയിട്ട് നട്ടതാണ്. 1.5 മാസം കഴിഞ്ഞ് ജീവാമൃതം ഒഴിച്ചു കൊടുത്തു. ഓരോ ചുവടും 10 അടി അകലത്തിൽ നട്ടിരിക്കുന്നു. വേലി തമ്മിൽ 6 അടി അകലവുമുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇതുപോലൊരു പ്ലാന്റിങ്, ഇതുപോലൊരു ഹൈ ഡെൻസിറ്റിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കൃഷി വകുപ്പിൻ്റെ വളരെയധികം ഉപദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ ഒരുപാട് സഹായങ്ങളും ഞങ്ങൾക്കിവിടെ അതിനകത്ത് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നെല്ലിയാമ്പതി തന്നെ കൃഷി വകുപ്പിൻ്റെ തന്നെ ഇതുപോലൊരു ചെറിയ ഒരു 15 ഏക്കറോളം എന്നെനിക്ക് തോന്നുന്നു ഒരു പ്ലാന്റ് ഉണ്ട്. അവിടെ ഇതിൻ്റെ ഒരുപാട് പ്രോഡക്ട്സ് ജ്യൂസായിട്ടും ജാമായിട്ടും അതുപോലെ തന്നെ അച്ചാറായിട്ടും ഒക്കെ ഈ സാധനം പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൃഷികളെല്ലാം പൈനാപ്പിൾ അതുപോലുള്ള കൃഷികളെല്ലാം ഈ പറഞ്ഞ കണക്ക് വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. 2 വെറൈറ്റിയാണ് ഞങ്ങളിവിടെ. ഒന്ന് ഒരു ബ്രസീലിയൻ മഞ്ഞ വെറൈറ്റിയും പിന്നെ ഒരു പർപ്പിൾ കളർ 2 വെറൈറ്റിയാണ് നമ്മളിവിടെ ഇത് ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. 8 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും കായ്ച്ചു തുടങ്ങി. ആദ്യത്തെ 5 വർഷം നല്ല കായ്ഫലം കിട്ടും. ഒരു ചെടിയുടെ കാലാവധി 10 വർഷമാണെങ്കിലും 5 വർഷം കഴിയുമ്പോൾ കായ് ചെറുതായി തുടങ്ങും. വളമായി അസറ്റോബാക്ടർ, ഫോസ്ഫോബാക്ടീരിയ, പൊട്ടാഷ് ബാക്ടീരിയ ഇവ കമ്പപ്പിടിയിൽ വികസിപ്പിച്ചെടുത്ത് കലക്കി ചുവട്ടിലൊഴിച്ചു കൊടുക്കും. പഴമായും ജ്യൂസായും ഇത് ഉപയോഗിക്കാം. ഇത് ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആവശ്യക്കാർ വരുന്നുണ്ട്. 1 ഏക്കറിൽ നിന്ന് 10 ടൺ ഫലം വരെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പാഷൻ ഫ്രൂട്ട്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ഫോഡർ ദിനം ആചരിക്കുന്നു. ദേശീയ വിള ഇൻഷുറൻസ് പദ്ധതി വിജ്ഞാപനമായി. പാൽ ഉൽപാദനത്തിന് ഏറ്റവും അനിവാര്യമായ തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്ഷീരവികസന വകുപ്പ് തീറ്റപ്പുല്ലിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും ഇതിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി ഇന്ന് ഫോഡർ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ഫോഡർ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ വാളകം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് ഫോഡർ എക്സിബിഷൻ, സെമിനാറുകൾ, ക്ഷീരോൽപ്പന്ന പ്രദർശനം, പൊതുസമ്മേളനം എന്നിവയും നടത്തുന്നുണ്ട്.
സപ്ലൈകോ നെല്ല് സംഭരണം 2ാം സീസൺ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 2016 ജനുവരി 1 മുതൽ 2016 മെയ് 31-നകം സംഭരിക്കേണ്ട നെല്ലിന്റെ രജിസ്ട്രേഷൻ ഈ മാസം 31-ാം തീയതി വരെ നടത്താവുന്നതാണ്. ഇന്റർനെറ്റ് സൌകര്യമുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് കർഷകർക്ക് നേരിട്ട് www.supplycopaddy.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9497714803 9497714802. കോട്ടയം ജില്ലയിലുള്ള കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച കുള്ളൻ തെങ്ങിൻ തൈകൾ തൈ ഒന്നിന് 75 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പ്രവൃത്തി ദിവസം രാവിലെ 9 മണി മുതൽ 12 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയും ഫാം സെയിൽസ് കൌണ്ടറിൽ നിന്ന് തെങ്ങിൻ തൈകൾ വാങ്ങാവുന്നതാണ്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സമഗ്ര വാഴകൃഷി, ഫലവൃക്ഷ തൈകൾ, സമഗ്ര തെങ്ങുകൃഷി, സുഗന്ധ വിള കൃഷി, പച്ചക്കറി കൃഷി, ജലസേചനത്തിന് പമ്പ് സെറ്റ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർ ഗുണഭോക്തൃ വിഹിതം കൃഷിഭവനിൽ 2016 ജനുവരി 30-ന് മുൻപ് അടയ്ക്കേണ്ടതാണ്. ദേശീയ കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി, കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവ 2015-2016 സീസണിൽ സംസ്ഥാനത്തൊട്ടാകെ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി മുഖേന നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ വിജ്ഞാപനമായി. പരിഷ്കരിച്ച ദേശീയ കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നടപ്പ് സീസണിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പുഞ്ച നെൽകൃഷി, എല്ലാ ജില്ലകളിലെയും വാഴ, മരച്ചീനി എന്നീ വിളകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെൽകൃഷിക്ക് മൊത്തം പ്രീമിയത്തിന്റെ 75%, മറ്റു വിളകൾക്ക് 50% സബ്സിഡിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471233498. വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാൻ പത്തോളജി വിഭാഗത്തിൽ വെച്ച് ഈ മാസം 29, 30 തീയതികളിൽ കൂൺ കൃഷി പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0471238842, മൊബൈൽ നമ്പർ 94403330. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9100 രൂപ, കോഴിക്കോട് 10200 രൂപ, തൃശൂർ 9100 രൂപ, കൊപ്ര കൊച്ചി 6205 രൂപ, കോഴിക്കോട് 6500 രൂപ, തൃശൂർ 6290 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 65300 രൂപ, ഗാർബിൾഡ് 68300 രൂപ, ചുക്ക് മീഡിയം 18000 രൂപ, ബസ്റ്റ് 19500 രൂപ, മഞ്ഞൾ സേലം 10800 രൂപ, ഈറോഡ് 11200 രൂപ, അടയ്ക്ക പഴയത് 25000-നും 26000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10200 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10150 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 9100 രൂപ, കൊപ്ര 6205 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 65300 രൂപ, ഗാർബിൾഡ് 68300 രൂപ, ചുക്ക് മീഡിയം 18000 രൂപ, ചുക്ക് ബസ്റ്റ് 19500 രൂപ, അടയ്ക്ക പുതിയത് 17000-നും 20000-നും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 230-നും ഇടയിൽ, തൊണ്ടില്ലാത്തത് 440-നും 460-നും ഇടയിൽ, ജാതിപത്രി കിലോഗ്രാമിന് 650-നും 925-നും ഇടയിൽ, ഗ്രാമ്പു കിലോഗ്രാമിന് 790 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10200 രൂപ, ഒട്ടുപാൽ 6000 രൂപ, ലാറ്റക്സ് 7200 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന് കനത്ത വിലത്തകർച്ച. ക്രിസ്മസ് ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണം പൂർത്തിയാക്കി ആഭ്യന്തര വ്യാപാരികൾ വിപണിയിൽ നിന്ന് പിൻവലിഞ്ഞു. ഗാർബിൾഡ് മുളകിന് 600 രൂപ താഴ്ന്ന് 68300 രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത്. ആഭ്യന്തര ആവശ്യം കുറഞ്ഞത് ചുക്ക് വിലയെ ബാധിച്ചു. വിവിധ ഇനം ചുക്കിന് 500 രൂപ താഴ്ന്നു. വടക്കേ ഇന്ത്യയിൽ ശൈത്യം ശക്തമായതിനാൽ ചുക്കിന് ഡിമാൻഡ് ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു വ്യാപാരികൾ. റബ്ബർ മാർക്കറ്റ് ഹോളിഡേ മുതലാണ് വ്യവസായികളും വിൽപ്പനക്കാരും മുഖ്യ വിപണികളിൽ കാര്യമായ ഉത്സാഹം കാണിച്ചില്ല. അവധി നിരക്കുകൾ നേരിയ റേഞ്ചിൽ നീങ്ങി. ഇടുക്കിയിലെ വിവിധ ലേല കേന്ദ്രങ്ങളിൽ ഏലക്ക വരവ് ശക്തം. ആഭ്യന്തര വിദേശ ആവശ്യക്കാർ രംഗത്തുണ്ടെങ്കിലും ഉൽപ്പന്ന വില ഉയർന്നില്ല. മികച്ച ഇനം ഏലക്ക കിലോയ്ക്ക് 869 രൂപയിലും ശരാശരി ഇനങ്ങൾ 577 രൂപയിലുമാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് വീണ്ടും കുറഞ്ഞു. കൊച്ചിയിൽ എണ്ണയ്ക്ക് 100 രൂപ താഴ്ന്നു. മറ്റ് വിപണികളും തളർച്ചയിലാണ്. കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 35.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.9, 23.6. കൊച്ചി 31.8, 23. ആലപ്പുഴ 34, 22.7. പുനലൂർ 33.4, 17.6. തിരുവനന്തപുരം 32.5, കുറഞ്ഞ താപനില 22.8 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.